എല്ലാ ദിവസവും ഉച്ചയ്ക്കൊരു ഉറക്കമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് ഉറങ്ങാനൊന്നും നിന്നില്ല. ഇന്ന് കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ സാരിയിൽ ഈ ടസൽ വെക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു 4-4:30 ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് ഓർത്തു. പക്ഷെ അതിനിടയ്ക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പുറത്തൊക്കെ ഒന്ന് കാണാൻ. ഈ സമയമൊന്നും ഞാൻ കാണാറില്ല എന്ന് തോന്നുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു വെളിച്ചവും വെട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ ചായ ഉണ്ടാക്കാൻ പോയി. ഈ ചായപ്പൊടിയൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്തോ വല്ലാണ്ട് ചായ കുടിക്കാൻ തോന്നി. അങ്ങനെ ഇരുന്നപ്പോൾ ചായ മാത്രം പോരെ, വേറെ എന്തെങ്കിലും കഴിക്കണം. എനിക്കാണെങ്കിൽ ബേക്കറി ഇഷ്ടമല്ല, അതുപോലെ ഈ പഴം ഈ സമയത്തിന് കഴിക്കാനും ഇഷ്ടമല്ല. പിന്നെ എന്തേ ഉണ്ടാക്കുക നോക്കിയപ്പോഴാണ് ഫ്രിഡ്ജിൽ 2 മുട്ട കണ്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ മുട്ട പുഴുങ്ങിയിട്ട് അതൊന്ന് മുളകും മഞ്ഞളൊക്കെ ഇട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇന്ന് ആവിയിൽ വേവിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നേ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുട്ടയൊക്കെ എടുത്ത് അതൊന്ന് ആവിയിലൊക്കെ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ചായയൊക്കെ റെഡി ആയിട്ടോ. പിന്നെ ഓർത്തു ഇത് മാത്രം പോലെ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന്. അപ്പോൾ ഒരു സൂചി ഗോതമ്പ് ഉണ്ടായിരുന്നു. അതും എടുത്ത് കുറച്ച് കഴുകി അതിൽ കുറച്ച് ഏലക്ക പൊടിച്ചിട്ടിട്ട് നേരെ ഗ്യാസിൽ വെച്ചു കേട്ടോ. പിന്നെ ഓർത്തത് ഉപ്മാവാക്കണോ അതോ ഇത് ഇനി പായസം ആക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. എന്നാൽ പിന്നെ ഓർത്ത് പായസം പോലെ ഒരു ഉപ്മാവാക്കാമെന്ന് ഓർത്തിട്ട് കുറച്ച് ശർക്കരയും കൂടെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് സെറ്റാക്കി കുറച്ച് ക്യാഷ്യും കൂടെ ആഡ് ചെയ്ത് അത് നെയ്യിലിട്ടൊന്ന് വറുത്തെടുത്ത് ഈ ശർക്കര വെള്ളം ഒഴിച്ചാൽ ഈ നമ്മുടെ ഗോതമ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് അങ്ങനെ കഴിക്കാൻ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ മുട്ട എടുത്തൊന്ന് വറുത്തെടുത്തോട്ടോ. അപ്പോൾ അത് ചായ കുടിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ തോന്നാറൊന്നുമില്ല. പക്ഷേ ഇന്ന് എന്തോ ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാറുണ്ട്?